ഹായ് നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കൂട്ടുകറി റെസിപ്പിയും കൊണ്ടാണ്. കൂട്ടുകറി ഓണൊക്കെയല്ലേ വരുന്നേ, അപ്പോൾ കൂട്ടുകറി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് കൂട്ടുകറി, ഓണത്തിൻ്റെ സ്പെഷ്യലി. അപ്പോൾ നമുക്ക് ചക്കക്കുരു കൊണ്ടായാലോ ഇന്നത്തെ കൂട്ടുകറി? ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ചക്കക്കുരു കൊണ്ട് കൂട്ടുകറി? നമ്മളെ പച്ചക്കായ ഇല്ലേ, നേന്ത്രക്കായ, അതല്ലേ നമ്മൾ കൂട്ടുകറിക്ക് എടുക്കല്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ചക്കക്കുരു കൊണ്ട് കൂട്ടുകറി വെച്ച് നോക്ക്, എങ്ങനെ ഉണ്ടാവും നോക്കാലോ. ഞാൻ വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കടല തലേന്ന് വെള്ളത്തിലിട്ട് രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ മുളപ്പിച്ച കുറച്ച് കടല ഉണ്ടായിരുന്നു കയ്യിൽ, അത് ഞാനതിലിട്ട്. അതിന് കുറച്ച് വിറ്റാമിൻ കൂടുതലാണെന്നല്ലോ. പിന്നെ ചക്കക്കുരു നുറുക്കിയെടുത്തത്, മേലത്തെ തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടത് വെളുത്തുള്ളി, രണ്ടിനും ഗ്യാസല്ലേ, അതുകൊണ്ട് ഒരു 3-4 വെളുത്തുള്ളി നുറുക്കിയിട്ടതാണ്. പിന്നെ ഒരു പച്ചമുളക് ഇട്ടത്, ഇനി കറിവേപ്പിലയും ഇട്ട്, പിന്നെ വറ്റൽമുളകും കുരുമുളകും ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഒറ്റൊരു പച്ചമുളക് മാത്രം ഇട്ടത്. പിന്നെ ചേന ഞാൻ വേവിച്ച് നോക്കുമ്പോൾ ചെറിയൊരു വേവേ ഉള്ളൂ ചേനക്ക്, അതുകൊണ്ട് ഞാൻ ചക്കക്കുരുവും കടലേൻ്റെയും കൂടി ചേന ഇടുന്നില്ല, കാരണം അത് വെന്തുടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയൊരു കുക്കർ എടുത്തിട്ട് ആ ചേന വേറൊരു കുക്കറിലേക്ക് ഇട്ട് ഒറ്റൊരു വിസിൽ മാത്രം അതിനെടുക്കുക. പിന്നെ ഉപ്പും ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2 കുക്കറും ഒന്ന് മൂടി വെക്കാം. അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം വേണ്ട, നമ്മളെ കൂട്ടുകറിയാണല്ലോ. അപ്പോൾ പിന്നെ ഈ വലിയ കടലയും ചക്കക്കുരു ഇട്ട എല്ലാം കുക്കറുണ്ടല്ലോ, അതിന് 3 വിസിൽ വേണം. ചക്കക്കുരുവിനും കടലക്കും കുറച്ച് വേവ് അധികമല്ലേ. ചേനക്ക് ഒരു വിസിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 വിസിലാണ് ഞാൻ എടുത്തത്. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുക്കർ മാറ്റി വെച്ചിട്ട് നമുക്കൊരു തേങ്ങ വറുത്തെടുക്കാനുണ്ട്. തേങ്ങ മൂപ്പിച്ചെടുക്കണം, അതിന് വറ്റൽമുളക് ഇട്ട് എല്ലാം. തേങ്ങയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്രാവശ്യം മേടിച്ച തേങ്ങ ചള്ള് തേങ്ങ ആയതുകൊണ്ട് പിന്നെ ഇത് ഒരു കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് തേങ്ങ ആദ്യം വറുത്ത് വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ടത്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇടേണ്ടത്, എൻ്റെ അടുത്ത് ക്രഷ് ചെയ്തതായിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് തണിഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ട്, പിന്നെ ഞാനതിൽ ഇത് ഓപ്ഷനിലാണ് പച്ചത്തേങ്ങ, അതെൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ ഈ വറുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു പച്ച തേങ്ങേൻ്റെ ഒരു ചവയും കൂടി കിട്ടാൻ വേണ്ടി, ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങ കുറച്ചും കൂടി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഞാനൊന്നും കൂടി പറയുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ വറുത്ത് മൂത്ത് വരുമ്പോൾ നല്ല ഗോൾഡൻ കളറായി വരണം. അപ്പം നമുക്കതിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചേനയുണ്ടല്ലോ, ആ ചേനയൊന്നിട്ട് അതിൻ്റെ അകത്ത് ചക്കക്കുരും കടലയും കൂടി ഇട്ട് ഒന്ന് പിന്നെ ഇളക്കി, അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അവിടെ ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, നമ്മൾ വറുത്ത് ക്രഷ് ചെയ്ത് വെച്ച പച്ചത്തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് അവിടെ മൂടി വെച്ച് ആ തേങ്ങ ഒന്ന് ചൂടായാൽ മതി. പിന്നെ നമ്മൾ മൊത്തം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളെ കൂട്ടുകറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയറും ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യുക.